ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലോറി എടുത്തുകൊണ്ട് നമ്മുടെ ബാക്കിൽ കാണുന്ന ലോറി ഉണ്ട്. ഈ ലോറി എടുത്തുകൊണ്ട് നമ്മൾ സിമൻറ്റ് എടുക്കാൻ പോകണം. സിമൻറ്റ് എടുത്തു. ഇപ്പം വയനാട്ടിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ ഗ്യാരേജിൻ്റെ അപ്പുറത്തായിട്ടുള്ളൊരു തടിക്കമ്പനിയുണ്ട്. അവിടേക്ക് തടിക്കമ്പനിയല്ല, മരമൊക്കെ വെട്ടി വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ കൊണ്ട് നമ്മൾ ഈ ലോറി നിർത്തിയിട്ടിട്ട് പോയാൽ മതി. ഓക്കെ, അവിടെ വരെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം നമ്മൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വയനാട്ടിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇച്ചിരി സിമൻറ്റൊക്കെ എടുക്കാനാണ്. അപ്പം നമ്മൾ വണ്ടിയെ മൊത്തം സിമൻറ്റ് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചാക്കൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ വണ്ടി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് നേരെ ചെന്ന് വണ്ടി എടുത്തേക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ സിമൻറ്റ് ഫുള്ള് കയറ്റിയത് ഗൈസ്. ഇവിടെ ഒരു പണി നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് നമ്മൾ സിമൻറ്റ് മൊത്തം കയറ്റി. കണ്ടോ, രാംകോയുടെ സിമൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, രാംകോ കണ്ടോ. ഇവിടെ ഈ സിമൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറാം. ഓക്കെ, ഇതാണ് ഇൻറ്റീരിയർ. എങ്ങനെ ഉണ്ട് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ? ഓക്കെ, നമ്മൾ ലൈറ്റൊക്കെ കത്തിച്ചാണ് പോകുന്നത്. ഡിമ്മിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റീരിയറിലും ലൈറ്റ് കത്തും. പക്ഷേ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൽ കത്തത്തില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നേരെ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തേക്കാം. ഓക്കെ 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 ഗൈസ്, നമ്മളങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ ഗ്യാരേജിൻ്റെ അവിടേക്ക് പോവാണ്. നമ്മുടെ അല്ല ഗൈസ്, അത് നമ്മൾ വാങ്ങിച്ച് വലിയ ലാഭമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതും കൊടുത്ത് ഗൈസ്. അപ്പോൾ അത് നമ്മുടെ അല്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു തടിയൊക്കെ വെച്ചേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ആയിട്ടാണ് നമ്മൾ ഈ സിമൻറ്റ് കൊണ്ട് ഇറക്കേണ്ടത്. ഓക്കെ ഇപ്പം നമുക്ക് നേരെ അടിച്ചു പറത്തി അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ ഓക്കെ, ഫുള്ള് ലോഡാണെങ്കിലും നല്ല സ്പീഡാണ് ഗൈസ്. ഇവിടുത്തെ ഇനിയും നമ്മുടെ വയനാടാണ്, പിന്നെ പറയണ്ടല്ലോ, നല്ല മലയും കുന്നും കയറ്റവും ഇറക്കവും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം അപ്പോൾ നമ്മൾ ഇത്രയും വെയിറ്റ് വെച്ചുകൊണ്ട് വണ്ടി കയറുമോയെന്ന് ഡൗട്ടാണ്. പിന്നെ ടാറ്റ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം കയറുമല്ലോ. ടാറ്റയല്ലേ, അപ്പോൾ കയറും. അതേ ഒരു കാറുകാരൻ വന്ന് സൈഡിൽ കിടക്കുന്നു. എനിക്ക് സംശയം തോന്നി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് കിടക്കുമെന്ന്. അതാണ് ഞാൻ ഒന്ന് നോക്കിയത്. അതുപോലെ തന്നെ ഒരുത്തം വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവനെ നോക്കാതെ എടുത്തായിരുന്നെങ്കിൽ സീനായനെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളൊരു കാട് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആനയും പുലിയൊന്നും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇറങ്ങല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാം ഗൈസ്. വല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിനിയും വണ്ടി നിർത്തിയിടേണ്ടിയൊക്കെ വരും ഗൈസ്. അതൊക്കെ ആനയൊക്കെ പോയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഒരു സീൻ. ഇനി നമുക്ക് അടിച്ച് വറുത്തി അങ്ങ് വിടാം. ആനയൊന്നും വരത്തില്ലെന്ന് തോന്നുന്നത്. ഇവിടെ കടയൊക്കെ ഉണ്ട്, തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പം ആനയൊന്നും കാണത്തില്ല. ഓക്കെ ഓക്കെ, നിറച്ച് സിമൻ്റാണ് ഗൈസ്. അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ടാണ് ഈ ചുരമൊക്കെ കയറേണ്ടത്. അപ്പം ഹെയർ പിന്നൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടി ഒരു പരുവമാകും. ബ്രേക്കും ചവിട്ടി ക്ലച്ചൊക്കെ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഗിയർ മാറി അതാണ്. ഓക്കെ ഓക്കെ, ഇത് വലിയൊരു വളവാണ് ഗൈസ്. അയ്യോ, വലിയൊരു വളവാണിത് എൻ്റെ മോൻ. പിന്നെ വയനാടായതുകൊണ്ടൊന്നും പറയുകയും വേണ്ട, സീനായിരിക്കും മൊത്തം. ഓക്കെ ഓക്കെ, ഇതേ വേറെ ഒരു വളവ് ഗൈസ്. ഇവിടെ ഒരു ചെറിയ കയറ്റം ഉണ്ട്. ഇതൊന്നും അല്ല കയറ്റം ഗൈസ്, ഇനിയും വലിയ കയറ്റത്തിലോട്ട് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഇതേ ഇവിടെ തന്നെ ഉണ്ടാ. ഇതൊരു അത്യാവശ്യം ചെറിയതല്ല, വലിയൊരു കയറ്റം തന്നെയാണ്. ഇതിലും വലുതൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. നമ്മൾ ഇറങ്ങി വന്ന വഴിയൊക്കെ അറിയാം. ഓക്കെ ഓക്കെ, നമ്മുടെ ടാറ്റ ആയതുകൊണ്ടാണ് ഇത് വലിച്ചു കയറ്റി കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതേ വേറെ ഒരു കയറ്റമാണ്. ഇതാണ് വലിയ കയറ്റം ഗൈസ്. ഇവിടുത്തെ ഏറ്റവും വലിയ കയറ്റം ഇതാണ്. കയറുമെന്ന് ഡൗട്ടാണൊക്കെ. കുഴപ്പമില്ലാതെ കയറുന്നുണ്ട്. ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വണ്ടി നല്ല രീതിയിൽ റേസ് ആവുന്നുണ്ട് ഗൈസ്. നല്ല പവർ കൊടുക്കുന്നുണ്ട്. കയറ്റത്തിൻ്റെ കൂടെ തന്നെ വളവും. അയ്യോ സീൻ. അങ്ങനെ നമ്മൾ ആ കയറ്റം ഇറങ്ങിയിട്ടുണ്ട്.
ഓക്കെ ഇപ്പോൾ ഇറക്കമാണ് ഇനി. അയ്യോ ഓക്കെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. നമുക്ക് ഡീസലൊന്നും അടിക്കണ്ട, കാരണം നമ്മൾ ഫുൾ ഡീസൽ അടിച്ചുകൊണ്ടാണ് വണ്ടി കൊണ്ടുവന്നത്. ഓക്കെ അതുകൊണ്ട് നമുക്ക് പെട്രോളൊന്നും അടിക്കണ്ട. ഇവിടെ ഇനി ഇറക്കമാണ് ഗൈസ്. ഓക്കെ ഇറക്കം, പിന്നെ ഒരു കയറ്റം. അയ്യോ ഇതേ ഒരു പിക്കപ്പൊക്കെ വരുന്നു ഗൈസ്. അവനെ ഒന്നും തട്ടാതെ നമുക്ക് എടുക്കണം. ഓക്കെ ഓക്കെ സെറ്റ്. ഇപ്പം ഇതൊക്കെ കയറ്റം വലിച്ചങ്ങ് പൊയ്ക്കോളും. പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ ഓക്കെ അങ്ങനെ കയറ്റം വലിച്ച് വണ്ടി അങ്ങ് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇനി എവിടെയെങ്കിലും വെച്ച് പണി തരുമോയെന്നാണ് അറിയാത്തത്. ഓക്കെ ടാറ്റയല്ലേ, പണിയൊന്നും തരത്തില്ല. ഗൈസ് ഇവിടെ വണ്ടിയൊന്നും കാണാനില്ലല്ലോ, എന്ത് പറ്റി? വണ്ടിയെല്ലാം പോയോ? അയ്യോ ഇനി പ്രേതം വരുമോ ഗൈസ്? ഒരു ഡാർക്ക് പ്ലേസ് പോലെ. അയ്യോ പ്രേതം വരുമോ? അതെ വണ്ടിയൊന്നും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ തോന്നുന്നു. അയ്യോ അതേ ഒരു കടയൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ് ഇതേ ഒരു വളവാണിത്. അയ്യോ വണ്ടിയൊന്നും കാണാനില്ല ഗൈസ്. എന്താണ് വല്ല സീനും ഉണ്ടോ? വരുന്നുണ്ട്. മഹീന്ദ്ര, ഈഷർ, ഇന്നോവ, ഫോർച്യൂണർ എല്ലാം പോട്ടെ. ഇതേ ഒരു വളവ് ഗൈസ്. ഈ വലിയ വളവൊക്കെയാണ് സീൻ, അതും നമ്മുടെ ഫുൾ ഹെവി ലോഡും വെച്ചുകൊണ്ട്. ഓക്കെ അയ്യോ വണ്ടി അങ്ങ് ഇറങ്ങി പോവാണ്. ബ്രേക്ക് പിടിച്ചാൽ മതി നമ്മൾ. അയ്യോ നല്ല സ്പീഡിലാണ് ഗൈസ് ആ വളവും ഇറക്കവും കൂടെ ഇറങ്ങി വന്നത്. ഇനി ഇവിടെ വണ്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. അയ്യോ ഓക്കെ വണ്ടി മൊത്തം പൊടി പിടിച്ച് ഗൈസ്. വണ്ടി മൊത്തം പൊടി പിടിച്ച് സീനായിട്ടുണ്ട്. അയ്യോ വണ്ടിയൊന്നുമില്ല. ഓക്കെ ബ്രേക്ക് പിടിച്ച് അങ്ങ് ഇറക്കി വിടാം. ഓക്കെ സെറ്റ്. ഓക്കെ അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ. അതുപോലെ ഹെവി വണ്ടികളൊക്കെ വരുന്ന സമയത്ത്, ലോഡൊക്കെ അടിച്ച് വരുന്ന സമയത്ത് വളയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ ഇനിയും വല്ല കയറ്റവോ ഇറക്കവോ ഹെയർ പിന്നോ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ ഒന്നുമില്ല. ഓക്കെ ഈ വളവൊന്നും സീനില്ല. അയ്യോ ഇപ്പോൾ ഗൈസ് നമ്മൾ സീനില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതേ അടുത്ത ഹെയർ പിൻ. അയ്യോ സീനാണ്, ഇതൊരു വലിയ വളവാണ് ഗൈസ്. ഓക്കെ അങ്ങനെ അതും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ ഞാൻ. ഓക്കെ ഗൈസ് അങ്ങനെ വണ്ടി ഇറങ്ങുന്നുണ്ട്. ഓക്കെ ഇതേ ഒരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്തു പോയി. അവനേതാ? മാറാ ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്യും ഇപ്പം. മാറ് ഗൈസ് നമ്മളെ അവൻ ഓവർടേക്ക് ചെയ്തു പോയി ഗൈസ്. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ് അവനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് അടിച്ച് പുറത്തേക്ക് പോന്നിട്ടുണ്ട്. അയ്യേ നിന്നെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തേ. ഓക്കെ ഗൈസ് അവൻ്റെ ഓവർടേക്ക് ചെയ്ത് പോയി നമ്മളെ. നിന്നെ ഞാൻ നില്ലടാ അവൾ. അവൻ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോന്നു ഗൈസ്. ഇനി ഇവനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേറെ ഒരു വലിയൊരു വളവ് വന്നിട്ടുണ്ട്. അവനങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അവനെ ഇനി ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹോണൊക്കെ അടിച്ചങ്ങ് പോയേക്കാം. ഓക്കെ ഇതേ പോകുന്നു അവൻ. അവനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഗൈസ് നമ്മൾ വീണ്ടും അവനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി അവനെ നമ്മൾ കയറാൻ സമ്മതിക്കത്തില്ല. ഇനി നല്ല റോഡാണ്, നമുക്ക് കത്തിച്ചങ്ങ് വിടാം. ഓക്കെ ഗൈസ് അങ്ങനെ ഇപ്പം നമ്മുടെ ആ സ്ഥലം എത്താറായിട്ടുണ്ട്. നമ്മുടെ ഗ്യാരേജിൻ്റെ അപ്പുറത്ത് ഈ സിമെൻ്റ് ഇറക്കേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. എത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണം ഗൈസ്.
എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇനിയൊരു ലെഫ്റ്റിലോട്ടുണ്ട്. അതൊരു മൺപാതയാണ്, മണ്ണ് വഴിയാണ്. എന്താണ് ചെറിയ മണ്ണിട്ട ഒരു വഴിയാണ്. അപ്പോൾ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇടത്തോട്ടാണ്. ഓക്കെ, ഇങ്ങോട്ട് വളച്ചേക്കാം. ഓക്കെ, വണ്ടിയുടെ ചെക്കൻ്റെ കോലം കണ്ടില്ലേ, മൊത്തം പൊടി പിടിച്ച്. ഓക്കെ ഓക്കെ സെറ്റ്. ഒക്കെ കടയിലൊന്നും തട്ടാതെ വന്നിട്ടുണ്ട്. കടയൊന്നും അല്ല അത്, അതിവിടെ പണി കഴിയുമ്പോൾ ചുമ്മാ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വച്ചേക്കുന്നതാണ്. ഓക്കെ, നമ്മൾ അവിടെ ആയിട്ട് വണ്ടി കൊണ്ടിടാം. ഓക്കെ ഓക്കെ ഓഹ് ഗൈസ്, ചെറുതായിട്ടൊന്ന് തട്ടി വണ്ടി. അവിടെ എവിടെയാണ് എന്തോ തടയുന്നു ഗൈസ്. അവിടെ തടിയാണെന്ന് തോന്നുന്നു. തടിയാണ് എന്നാണ് സീൻ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇട്ടേക്കാം. ഇവിടെ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കങ്ങ് പോകാം ഗൈസ്. ഇനി ഈ മറ്റേ പണിക്കാർ വന്ന് ഇതിൻ്റെ സിമെൻ്റ് എല്ലാം ഇറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഓക്കെ, ഇനി നമുക്കങ്ങ് പോയേക്കാം. ഓക്കെ ഓക്കെ നമ്മൾ ലൈറ്റ് കൂടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇൻട്രോ എടുത്തപ്പം ഈ വണ്ടിയുടെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുത്തത്. ഓക്കെ, അവിടെ വേറെ വെട്ടമൊന്നും ഇല്ലായിരുന്നു. അതാണ് നമ്മൾ ഈ വണ്ടിയുടെ വെട്ടത്തിൽ നിന്ന് ഇൻട്രോ ഒക്കെ എടുത്തത്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് നിറച്ച് തടിയാണ് ഗൈസ് ഇവിടെ ഫുള്ള്. ഇവിടെ ഇവർക്ക് എന്തിനാണ് സിമെൻറ്റിൻ്റെ ആവശ്യം? വല്ല ബിൽഡിങ്ങോ വല്ലതും കെട്ടാനായിരിക്കും ഇവിടെ. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ ബൈ.